ഗോപു പൊയ്ക്കുള്ളൂ. ഇതൊന്നും ആരോടും പറയണ്ട. ഓക്കെ സർ. സാർ അപ്പൊ ഞാനും പോയിക്കോട്ടെ. യു വെയിറ്റ് ഔട്ട് സൈഡ്. സർ. മിസ്റ്റർ ഗോപാൽ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? സാർ, ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. CMന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എരിഞ്ഞോളിയും പാപ്പച്ചനും കഴുത്തുമുട്ടവും ആബ്സെന്റ് ആയിരുന്നു. കൂടാതെ പല സ്ഥലത്തും അവർ രഹസ്യയോഗം കൂടിയതായും റിപ്പോർട്ടുണ്ട്. ഇപ്പോ ഇതും കൂടി കേട്ടപ്പോ... മിസ്റ്റർ ഗോപാൽ, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ തമാശയ്ക്ക് പോലും ഈ വിവരം ആരോടും പറഞ്ഞു പോകരുത്. ഇല്ല സർ. ഭരണകക്ഷിയിൽപ്പെട്ട MLA മാർ തമ്മിൽ 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി ഈ അർത്ഥമൊന്നും നമ്മൾ അതിന് കൽപ്പിക്കരുത്. യെസ് സർ. പോലീസായി പോയി, അതാ വിട്ടുമാറാത്ത ഒരു സംശയം. എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും... നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങും? എങ്ങനെ അന്വേഷിക്കും? ആരെ സംശയിക്കും? ഹൗ ഇസ് ദാറ്റ് ചാപ്പ്? ഇവിടെ നിന്നില്ലേ ആ ഓഫീസർ? He is quite okay. Who is he? He is Mr. Perumal from Crime Branch CID. Call him. Yes. Mr. Perumal. Sir. Come on. ആ റിപ്പോർട്ടർ പറഞ്ഞതിൽ വാസ്തവം വല്ലതുണ്ടോ? അത് എനിക്കൊരു തമാശയായിട്ടാണ് സർ തോന്നിയത്. പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പലതും സംഭവിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് പരിചയമാകുന്നത്. പിന്നെ നമ്മളിവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം നമ്മൾ മാത്രമേ അറിയൂ. ബട്ട് എനിവേ, ആസ് എ ഫസ്റ്റർ വി വിൽ സ്ക്രൂട്ടനൈസ് എ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഫോർ CM. CMന് അത് ഇഷ്ടപ്പെടില്ല, എങ്കിലും നമ്മളത് ചെയ്യണം. പിന്നെ പോലീസ് മുറയിൽ ഒരു അന്വേഷണം ആരംഭിക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു കുഞ്ഞു പോലും ഈ വിവരം അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ് CM ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. യെസ് സർ. ഇതിന്റെ അന്വേഷണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യു വിൽ മീറ്റ് മീ ഇൻ ദിസ് ഓഫീസ് അറ്റ് 5 PM ടുഡേ. യെസ് സർ. സൈൻ ചെയ്യണം. ಇದ 706. ಬೇಡ ಬೇಡ ನೀಸ್ಕೊಂಡು ಹೋಗ್ಬೇಡ, ನಾವೇ ತಗೊಳ್ತೀನಿ. ಬಾಯ್. ಏನು ಟಿಪ್ಪೇನೂ ಇಲ್ಲ, ಹೋಗು ಹೋಗടാ. ഈ പിശാചികൾക്കൊല്ല പിച്ചിരുത്തിയിട്ടുണ്ട് പണ്ടറങ്ങാൻ. കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യമായി ഒരു ഗുണവും ഇല്ല. ഇവിടെങ്കിലും എന്തെങ്കിലും ഒക്കണേ ദൈവമേ. ബെല്ലടിച്ചിട്ട് എത്ര നേരമായി, ഒരു തിണ്ടിനും കാണില്ലല്ലോ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. മോളെ ബാ, ഇങ്ങ് വന്നേ. എന്താ? സോറി, ഞാൻ 5 മിനിറ്റ് താമസിച്ചു പോയി.
നിങ്ങളുടെ സുഹൃത്തിനോട് തയ്യാറാകാൻ പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. എപ്പോൾ? എത്ര ദിവസത്തിനുള്ളിൽ? ഇന്ന് ഓഗസ്റ്റ് 1 ഇന്നു മുതൽ 15 ദിവസത്തിനുള്ളിൽ. സാധാരണക്കാരനല്ല മുഖ്യമന്ത്രി. എന്തെങ്കിലും സംഭവിച്ചാൽ, മണത്തറിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വിവരം അറിയിക്കും? എവിടെ കോണ്ടാക്ട് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെക്കാൾ മുന്നേ മണത്തറിയും. പിന്നെ ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ സ്ഥലം വിടും. സംഭവം കഴിഞ്ഞേ തിരിച്ചു വരും. അതാ നല്ലത്. എന്താ ഒരു സംശയം പോലെ? എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. യു ക്യാൻ ടേക്ക് ബാക്ക് ദിസ് മണി. അയ്യോ, അതുകൊണ്ടല്ല. ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കണം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ മാന്യനാണ്. ഓക്കെ, ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. Hello, reception. I am vacating this room. Please keep all the bills ready. Thank you. എന്താ കാര്യം? നിങ്ങളെന്തിനാ ಈ ರೂಮ್ തുറക്കുന്നത്? ಏನು ಹೇಳುದು? ನೀವೇನು ಹೇಳುದು? ಏನು ಹೇಳುದು ನಮ್ಗೆ ಅರ್ಥ ಗೊತ್ತಾಗಲ್ರಿ. ಆಳುಂಟല്ലോ ಮಾತಾಡಿದ್ರೆ ಬಾಳ ಒಳ್ಳೆ ಮಾತಾಡಬೇಕಾ? ನಾವು ಚಿಕ್ಕಮಂಗ್ಳೂರು ಗೌಡ್ರು. എന്താ ഇവിടെ പ്രശ്നം? ನಾವು ಗೌಡ್ರಿ. എന്താ ನೋಡ್ರಿ, ನಾವು ಕೇಳ್ತೇನೆ. ಚೇಂಜ್ ಆಗಿಬಿಟ್ಟು ഈ ഓപ്പറേറ്റർ എങ്ങനെ? വല്ല മെസ്സേജും കിട്ടിയാൽ? കുഴപ്പമൊന്നുമില്ല, അറിയുന്ന ആളാ. പിന്നെ ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ഓവർ. ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് സത്യമാണെന്നിരിക്കട്ടെ, അവർ ഏത് രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അവർ തന്നെ നേരിട്ടോ, അതോ അവർക്ക് അടുപ്പമുള്ള വല്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയോ, അതോ മറ്റു വല്ല വിധത്തിലോ? വാട്ട് ഡു യു തിങ്ക്? നേരിട്ടാകാൻ ഒരിക്കലും വഴിയില്ല. മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയാണെങ്കിൽ അത് ഒരുപാട് പേര് അറിയാനുള്ള സാധ്യതയുണ്ട്. ആ റിസ്ക് അവരെടുക്കില്ല. പിന്നെ ഐ സ്ട്രോങ്ലി ഫീൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ വർക്കായിരിക്കും. ആൻ അസാസൻസ് ജോബ്. ഒരു വാടക കൊലയാളി ആയിരിക്കും അതിന്റെ പിന്നിൽ. അങ്ങനെ ഒരാളുണ്ടോ? പോലീസ് റെക്കോർഡിലില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിമിനലിനെ പ്രൊഫഷണൽ ആക്കി എടുക്കാം. ഡു വൺ തിങ്. സംശയമുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് റെക്കോർഡ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യണം. അറേഞ്ച് ചെയ്യും സർ. ഒരുപക്ഷെ അയാളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ, വേറൊരു സ്റ്റേറ്റിൽ നിന്നും. പോസിബിലിറ്റീസ് ഉണ്ട് സർ. കോൺടാക്ട് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ മേജർ സിറ്റീസ്. അവരുടെ ക്രൈം റെക്കോർഡിൽ ഒരു പ്രൊഫഷണൽ അസാസിന്റെ അറ്റംപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ, ആരായിരുന്നു അയാൾ, എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ഓൾ ഇൻഫർമേഷൻസ്. യെസ് സർ. സർ, CMന്റെ സെക്യൂരിറ്റി ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പിന്നെ IG-യുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ 2 സെൻട്രീസിന് പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. സർ.
ആ വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും. അവിടെ നിന്ന് ബോംബെയിലേക്ക് 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താനെന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. പാപ്പച്ചനല്ലേ? അതെ. ആ വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും. അവിടെ നിന്ന് ബോംബെയിലേക്ക് 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താനെന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. നമുക്ക് ആ വിശ്വത്തെയും പാപ്പച്ചനെയും കസ്റ്റഡിയിലെടുത്താലോ? വേണ്ട വേണ്ട, ആ പാപ്പച്ചനെ വെറുതെ വിട്ടേക്ക്. അയാളെ തൊടണ്ട. ഈ തെളിവ് വെച്ചൊന്നും ചെയ്യാൻ ഒക്കില്ല. കൂടാതെ അയാൾ MLA ആണ്. ഈ ലോകം മുഴുവൻ അറിയും. വെറുതെ പുലിവാലാകും. അപ്പോ വിശ്വത്തെയോ? നിയമപരമായി അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെന്താ ഉള്ളത്? അയാൾ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മദ്രാസിനോ ബാംബയ്ക്കോ പോവുകയാണെന്നും പറഞ്ഞു. അതിനെന്താ? നത്തിങ് റോങ് ഇൻ ഇറ്റ്. പിന്നെ നമുക്ക് അയാളെ സംശയമുള്ളതുകൊണ്ട് വി വിൽ ട്രൈ ഹിം. ഇപ്പൊ തന്നെ പോയാലോ? അത് വേണ്ട സർ. അയാൾ പറക്കാൻ തുടങ്ങട്ടെ. അയാൾ ഇവിടെ ഇല്ല എന്നുള്ള ധാരണയിൽ തന്നെ മറ്റുള്ളവർ ഇരുന്നോട്ടെ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ വിഷു അല്ലേ? അതെ. ഒരു മിനിറ്റ്. എന്താ? ഞാൻ പാപ്പച്ചൻ പറഞ്ഞിട്ട് വന്നത്. തോമസ് പാപ്പച്ചൻ MLA. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് വരും പ്ലീസ്.